നെവിനോട് ബിഗ് ബോസും ലാലേട്ടനും ചെയ്തത് ശരിയാണോ? ആദ്യം തന്നെ പറയട്ടെ, ഞാൻ നെവിൻ്റെ PR-ഉമല്ല, ഷാനവാസിൻ്റെ വിരോധിയുമല്ല. ഇത്രയും ക്രൂഷ്യലായ വീക്കിൽ നെവിനെ ടാസ്ക് കളിക്കാൻ വിടാതെയുള്ള ഈ പണിഷ്മെൻറ്റ്, അതും ഷാനവാസിനെ ഈ അവസ്ഥയിലാക്കിയതിനുള്ള പണിഷ്മെൻ്റ് ആയിരുന്നു ഇത്. ബിഗ് ബോസ് ആണെങ്കിൽ ശവത്തിൽ കുത്തുന്നത് പോലെയാണ് നെവിനോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റാത്ത നെവിനെ പിടിച്ച് ആങ്കറാക്കിയിരിക്കുകയാണ് ബിഗ് ബോസ്. ഓൾറെഡി നല്ല വിഷമത്തിലാണ് നെവിൻ ഉള്ളത്. എല്ലാവരും ടാസ്ക് ചെയ്യുന്നു, നെവിന് ടാസ്കുമില്ല, ഒന്നുമില്ല. ആകെ ടെൻഷനടിച്ച് നടക്കുന്ന നെവിനെയാണ് ഇവർ പിടിച്ച് വീണ്ടും ആങ്കറാക്കിയിരിക്കുന്നത്. നെവിൻ തന്നെ ബിഗ് ബോസിനോട് പറഞ്ഞു, എന്തിനാണ് ബിഗ് ബോസ് എന്നോട് ഇങ്ങനെ കാണിക്കുന്നത്? പണിഷ്മെൻറ്റ് എന്നത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യാം, പിന്നെ അതിൻ്റെ കൂടെ ആങ്കർ ആവുക എന്ന് പറയുന്നത് എന്തിനാണ് എന്നെ ഇങ്ങനെ ചെയ്യുന്നത്? ആങ്കറിങ് എനിക്ക് ഇഷ്ടമുള്ള ഒരു ഫീൽഡാണ്, പക്ഷേ ഇഷ്ടമില്ലാതെയാണ് ഞാനിപ്പോൾ ആങ്കറിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നോട് ഇത് വേണ്ടായിരുന്നു എന്നായിരുന്നു നെവിൻ ബിഗ് ബോസിനോട് പറഞ്ഞിരുന്നത്. എന്നെ ഇതിൽ നിന്നൊന്നും മാറ്റിത്തരണം, എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്നായിരുന്നു നെവിൻ പറഞ്ഞിരുന്നത്. സത്യം പറഞ്ഞാൽ തെറ്റുകാർ രണ്ടുപേരുമല്ലേ? ഷാനവാസിനും ഇതിൽ പങ്കില്ലേ? ആദ്യം നെവിൻ്റെ മേൽ മിൽക്കൊഴിച്ചത് ഷാനവാസ് ആയിരുന്നില്ലേ? എന്നിട്ടല്ലേ നെവിൻ തിരിച്ച് മിൽക്കൊഴിച്ചിരുന്നത്? ഞാൻ കരുതിയത് ഷാനവാസ് സ്ട്രെസ്സായി പാനിക് അറ്റാക്ക് വല്ലതും വന്ന് വീണതായിരിക്കുമെന്നായിരുന്നു. എന്നാൽ ഷാനവാസ് തിരിച്ചു വന്നതിന് ശേഷം ഷാനവാസ് സാബുമേനോടും അനുമോളോടും ആദിലാനുറയോടെല്ലാം തിരിച്ചു വന്നതിന് ശേഷം കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ സംസാരത്തിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത്, ഷാനവാസിന് സ്ട്രെസ് അറ്റാക്കോ ഒന്നുമായിരുന്നില്ല. നെവിൻ ആ പാലിൻ്റെ പാക്കറ്റ് ഒഴിച്ചതിലായിരുന്നു വേദന വന്നത് എന്നായിരുന്നു ഷാനവാസ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവൻ്റെ കയ്യിൽ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ടായിരുന്നു, അതിൽ ഏതാണ് എൻ്റെ നെഞ്ചത്ത് വന്ന് വീണതുപോലും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു എന്നാണ് ഷാനവാസ് പറഞ്ഞിരുന്നത്. എനിക്കത് വന്നു വീണതിൻ്റെ വേദനയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ സാബുമാൻ പറഞ്ഞു, അത് ഒരു കാലി പാക്കറ്റ് ആയിരുന്നില്ലേ? അതും ഒരു ഫെദർ ടച്ച് അല്ലേ ചെയ്തിരുന്നത്? വീഡിയോയിൽ പോലും അത് നന്നായി കാണുന്നുണ്ടായിരുന്നല്ലോ. പിന്നെ എങ്ങനെയാണ് ഇങ്ങനെയൊരു വേദന വരിക? ഞങ്ങൾ വിചാരിച്ചത് നിങ്ങൾക്ക് സ്ട്രെസ് പെയിൻ വല്ലതും വന്നതായിരിക്കുമെന്നായിരുന്നു. ഇതായിരുന്നു സാബുമാൻ പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ ഷാനവാസ് പറഞ്ഞു, എൻ്റെ മേൽ വന്നു വീണതിൻ്റെ പെയിൻ നിങ്ങൾക്ക് എങ്ങനെ അളക്കാൻ കഴിയും എന്നായിരുന്നു ഷാനവാസ് തിരിച്ചു ചോദിച്ചത്. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് ആകെ കിളിപോയി നിൽക്കുകയാണ്. കാലി പാക്കറ്റ് വന്ന് വീണാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഷാനവാസ് സ്ട്രെസ്സായെന്ന് പറഞ്ഞാൽ നമ്മളത് വിശ്വസിക്കുമായിരുന്നു. ബട്ട് ഇത് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് തോന്നുന്നത്? അവിടെ പലതവണ പ്രൊവോക്ഡായിട്ട് ഷാനവാസ് അപ്പാനിയെയും അക്ബറിനെയും ആര്യനെയുമെല്ലാം ആ നെഞ്ചുകൊണ്ട് തള്ളിയിട്ടുണ്ട്. അന്നൊന്നുമില്ലാത്ത നെഞ്ചുവേദനയാണ് ഇന്ന് ഷാനവാസിന് ആ കാലി പാക്കറ്റ് വന്ന് വീണപ്പോൾ ഉണ്ടായിരുന്നത്. ഇത്രയും പഞ്ഞി പോലത്തെ നെഞ്ചായിരുന്നോ ഷാനവാസിൻ്റേത്? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. പണിഷ്മെൻറ്റ് നൽകുകയാണെങ്കിൽ രണ്ടുപേർക്കും ഒരേപോലെ പണിഷ്മെൻറ്റ് നൽകാമായിരുന്നു. ഇതിപ്പോൾ ഒരു വീക്കിൽ മുഴുവൻ ടാസ്കും കളിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് വളരെ മോശമായി പോയി. നെവിന് വേറെ വല്ല പണിഷ്മെൻറ്റും നൽകാമായിരുന്നു. ടാസ്കും കളിക്കാൻ പറ്റുന്നില്ല, ഇനി നെക്സ്റ്റ് വീക്ക് എവിക്റ്റ് ആവുകയാണെങ്കിൽ ഒന്ന് നോക്കിയേ അവൻ്റെ ഒരു അവസ്ഥ. ഇത്രയ്ക്കും പണിഷ്മെൻ്റ് എല്ലാം അവൻ ഡിസേർവ് ചെയ്യുന്നുണ്ടോ? അവിടെ എത്ര പേർ ഇതിലും വലിയ മോശമായ രീതിയിലാണ് പെരുമാറിയിട്ടുള്ളത്. ഈ ഷാനവാസിൻ്റെ പേരിലാണ് ഇപ്പോൾ നെവിന് പണിഷ്മെൻറ്റ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഷാനവാസിനും അതിൽ പങ്കുണ്ടായിരുന്നില്ലേ? അപ്പോൾ എന്തെങ്കിലും ഒരു പണിഷ്മെൻറ്റ് ഷാനവാസും അർഹിക്കുന്നുണ്ടായിരുന്നില്ലേ? നെവിൻ ഫൈനൽ 5-ൽ വരുമെന്ന് പല ആളുകളും പറയുന്നുണ്ട്. ഇനി എന്താകുമെന്ന് കണ്ടറിയാം. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന് വിചാരിച്ചാൽ അത് കമൻറ്റായി പറയുക. നിങ്ങൾക്ക് BBയുടെ അപ്ഡേറ്റ്സ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.